നമസ്കാരം. ഇന്ന് പരിപ്പും സലാഡ് വെള്ളരിയും കൂടെ ചേർത്ത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ്. തേങ്ങ അരയ്ക്കാത്ത കാരണം വളരെ എളുപ്പം തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഈ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി 250 ml കപ്പിന് ഒരു കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നല്ല വൃത്തിയായിട്ട് കഴുകി കുക്കറിലേക്ക് മാറ്റി 1 കപ്പ് പരിപ്പിന് 2 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് വേവിക്കുക. ഒന്നാമത്തെ വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ടാമത്തെ വിസിലിന് മുമ്പിട്ട് ഓഫ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഒരു സവാള, 2 തക്കാളി, ഒരു 3 പച്ചമുളക്, ഒരു സലാഡ് വെള്ളരി മുഴുവനായിട്ട് വേണമെങ്കിൽ എടുക്കുക, അല്ലെ പകുതി ആണെങ്കിലും മതിയാവും. ആവശ്യത്തിന് ഉപ്പ്, അല്പം മല്ലിയില, കറിവേപ്പില, ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി പിഴിഞ്ഞതും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ കടുക് താളിച്ച് ചേർക്കാൻ ആവശ്യമായ സാധനങ്ങൾ. ഒരുപാട് വെന്ത് കുഴയാതെ തയ്യാറാക്കിയെടുക്കുക പരിപ്പ്. ഈ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി സ്റ്റൗ ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം 1.5 ടേബിൾ സ്പൂൺ എണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എണ്ണ ഇപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞതും 3 പച്ചമുളക് നെടുകെ കീറിയതും അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. സവാള വേണമെങ്കിൽ ചെറുതായിട്ട് നുറുക്കിയാലും മതിയാവും. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വലുപ്പത്തിലാണ് നുറുക്കിയെടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് 2 തക്കാളി അല്പം വലുപ്പത്തിൽ തന്നെയാണ് മുറിച്ചിരിക്കുന്നത്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ സലാഡ് വെള്ളരി കുറച്ച് ചെറുതായിട്ട് മുറിച്ച് ചേർത്തിട്ടുണ്ട്. അപ്പം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വെള്ളരി വേണമെങ്കിൽ കുറച്ച് ചെറുതായിട്ട് മുറിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അല്പം വലിപ്പത്തിലാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അല്പം മല്ലിയില ചേർത്ത് കൊടുക്കാം. ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കുക. നന്നായിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 പിഞ്ച് ഉലുവാപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുത്താൽ മതിയാവും. കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇതിലേക്ക് നേരത്തെ വേവിച്ച് തയ്യാറാക്കി വെച്ചിരുന്ന പരിപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. എല്ലാം കൂടെ യോജിക്കത്തക്ക രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയത്ത് വേണമെങ്കിൽ മീഡിയം ഫ്ലെയിം വെക്കുക, ഇല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ വെള്ളം ചേർത്ത ശേഷം ഹൈ ഫ്ലെയിം വെച്ചാലും മതിയാവും. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത പുളി പിഴിഞ്ഞ വെള്ളവും അതിനോടൊപ്പം തന്നെ എത്ര ഗ്രേവിയാണ് വേണ്ടത് അതിനനുസരിച്ച് വെള്ളവും കൂടെ ചേർക്കുക. ഒരുപാടങ്ങ് ലൂസാവരുത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 3/4 കപ്പോളം വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഈ കറിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പരിപ്പ് അധികം വെന്തുടയാത്ത രീതിയിലാണ് തയ്യാറാക്കിയത്, ഇല്ലെങ്കിൽ പെട്ടെന്ന് കട്ടിയായി പോവും. ഇനിയിപ്പം കറി തിളയ്ക്കുമ്പോൾ ഒരു മൂടി കൊണ്ടടച്ച് 4 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം 4 മിനിറ്റ് ആയിട്ടുണ്ട്. കറി ഇവിടെ പാകത്തിന് തയ്യാറായി വന്നിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് കടുക് താളിച്ച് ചേർക്കാം. അതിന് വേണ്ടി ഒരു ചെറിയൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 1.5 ടേബിൾ സ്പൂൺ എണ്ണയാണ് ചേർത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ നല്ല ജീരകവും കൂടെ ചേർത്ത് പൊട്ടിച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളി, അതിനോടൊപ്പം തന്നെ വെളുത്തുള്ളി ചതച്ചത് ഒരു 8 അല്ലി ചേർത്ത് കൊടുക്കുകയാണ്. ഈ കറിയുടെ ഒരു മെയിൻ ടേസ്റ്റ് ഇതാണ്. വെളുത്തുള്ളി മറക്കാതെ ഇടണം. അതിനോടൊപ്പം തന്നെ 2 ഉണക്കമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒന്ന് നന്നായി മൂത്ത് വന്നതിന് ശേഷം അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം.
ഇതിപ്പോൾ കറിയിലേക്ക് ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. പരിപ്പ് വെള്ളരിക്ക കറി തേങ്ങ അരയ്ക്കാത്തത് വളരെ പെട്ടെന്ന് തയ്യാറായിട്ടുണ്ട്. ഇതിനെ ഇപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. നല്ല ടേസ്റ്റിയാണ്. ചോറിൻ്റെ കൂട്ടത്തിലോ ചപ്പാത്തിയുടെയൊക്കെ കൂട്ടത്തിൽ കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി കറിയാണിത്. ഒരു തവണ ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക.